പാർട്ടി അറിയാതെ വി.ഡി. സതീശന്റെ രഹസ്യ സർവേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതയാണ് പരിശോധിച്ചത്. 2016 കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലാണ് സർവേ. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് സർവേ ഫലം. വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, ഇത്തരത്തിൽ ഹൈക്കമാൻഡ് നടത്തേണ്ട ഒരു സർവേ, ഇത്തരത്തിൽ വി.ഡി. സതീശന്റെ ഒരു രഹസ്യ സർവേ നടത്തുമ്പോൾ എന്തായിരിക്കും പാർട്ടിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു രഹസ്യ സർവേയിലേക്ക് നീങ്ങിയത്? അത് മാത്രമല്ല, ഇത് വലിയ തരത്തിൽ സതീശനെ പ്രതിരോധത്തിലാക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനെന്തായാലും അങ്ങനെ തന്നെയാണ്. ഇതിൽ പാർട്ടി അറിയാതെ സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടങ്ങളിൽ AICC ആണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളിലെ വിജയസാധ്യതയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ സർവേ നടത്തുന്നത്. പക്ഷേ ഇത് ഏകപക്ഷീയമായി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്ന നിലയിൽ തന്നിഷ്ടപ്രകാരം വി.ഡി. സതീശൻ ഒരു സർവേ നടത്തി എന്നുള്ളതാണ്. 63 മണ്ഡലങ്ങളിൽ വിജയസാധ്യത എന്നുള്ളതല്ല, 63 മണ്ഡലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് സർവേയിൽ പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കാണ് വിധേയമായത്. ഈ വിഷയം എങ്ങനെ വി.ഡി. സതീശൻ ഒറ്റയ്ക്ക് ഇത്തരത്തിൽ സർവേ നടത്തി, ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സർവേ നടത്താൻ താങ്കൾ ആരാണ് എന്നാണ് വി.ഡി. സതീശനോട് AP അനിൽകുമാർ തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചോദിച്ചത്. ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു വിമർശനം ഈ വിഷയത്തിൽ സതീശനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് സതീശൻ നടത്തുന്നത്. എന്നാൽ കോൺഗ്രസോ അതുപോലെ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോ ഇക്കാര്യം അംഗീകരിക്കാനോ സതീശനെ അംഗീകരിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഒരു കാര്യം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കോൺഗ്രസിനകത്തെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും ഒപ്പം തന്നെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. ഒപ്പം ഇരുത്തി ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതാണ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്. പാർട്ടിയുടെ ഐക്യമാണ് ഏറ്റവും പ്രധാനം. ഹൈക്കമാൻഡ് പറയുന്ന അത് എന്തും അനുസരിക്കുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ചെയ്യുക. എന്തായാലും നിലവിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു നേതൃമാറ്റം വേണോ എന്ന കാര്യം നിലവിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ നേതൃമാറ്റം ആവശ്യമാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിനർത്ഥം നിലവിലെ KPCC പ്രസിഡന്റിനെ മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നില്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. ഒപ്പം തന്നെ ഈ പാർട്ടിയിൽ പുനഃസംഘടന ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് രമേശ് ചെന്നിത്തല. പക്ഷേ പുറത്ത് പറയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ദീപാദാസ് മുൻഷിയുമായി താൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, തന്നോട് കാണാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് താൻ കണ്ടിട്ടുണ്ട്, ചില കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയുന്ന വിഷയമല്ല, അത് സംഘടനാപരമായ കാര്യമാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് വി.ഡി. സതീശനെതിരായി ഇത്തരം നീക്കവും നടക്കുന്നു എന്നുള്ളതാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് കോൺഗ്രസിലെ പ്രമുഖനാകാനുള്ള ശ്രമം നടത്തുമ്പോൾ, ഒന്നാമനാകാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെതിരെയുള്ള വലിയ വിമർശനവും അതിനെതിരെയുള്ള ഒരു വലിയ തരത്തിലുള്ള അതൃപ്തിയുമാണ് നേതാക്കൾ തന്നെ പ്രകടമാക്കുന്നത്. ഒപ്പം തന്നെ ഈ സാമുദായിക സംഘടനാ നേതാക്കൾക്കിടയിലും സാമുദായിക സംഘടനകൾക്കിടയിലും വി.ഡി. സതീശന് ഒരു തരത്തിലുള്ള ഒരു അനുകൂല നിലപാടും ഉണ്ടാകുന്നില്ല എന്നുള്ളതും വി.ഡി. സതീശനെ പ്രകോപിപ്പിക്കുകയാണ്. രമേശ് ചെന്നിത്തല എല്ലാ സമുദായങ്ങൾക്കിടയിലും വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് മാരാമൺ കൺവെൻഷനിൽ തനിക്ക് ക്ഷണമുണ്ട് എന്നത് വി.ഡി. സതീശൻ്റെ അടുത്ത അനുയായികൾ തന്നെ, വി.ഡി. സതീശൻ്റെ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ അത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ മാരാമൺ കൺവെൻഷൻ നടത്തുന്ന ആളുകൾ തന്നെ അക്കാര്യം വ്യക്തമാക്കിയതോടുകൂടി വി.ഡി. സതീശൻ വീണ്ടും വലിയ തരത്തിൽ പ്രകോപിതനാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് ഇന്നലെ നിയമസഭയിൽ ഉൾപ്പെടെ കാണുകയും ചെയ്തത്. ഇത്തരത്തിൽ സമുദായ സംഘടനകൾക്കിടയിൽ ഒരു സ്വാധീനമില്ലാത്ത ആളായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാറുന്നു. സാധാരണ കോൺഗ്രസ് നേതാക്കൾ ഒക്കെ എല്ലാ കാലത്തും ഈ സമുദായ നേതാക്കൾക്കിടയിലൊക്കെ കൃത്യമായ അടുപ്പം പുലർത്തുന്ന ആളുകളാണ്. രമേശ് ചെന്നിത്തല NSSുമായി പ്രധാനമായും അടുപ്പമുള്ള ആളാണ്. കുറേ കാലം പിണക്കം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറ്റി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെ മന്നൻ ജയന്തി ദിനത്തിൽ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ SNDP വി.ഡി. സതീശനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ തള്ളിപ്പറയുന്നു. ലീഗും അതുപോലെ തന്നെ സമസ്തയും മറ്റ് മുസ്ലിം സമുദായങ്ങൾ ഒക്കെ സതീശനെ മാറ്റി രമേശ് ചെന്നിത്തലയെ എല്ലാ പരിപാടികൾക്കും
ക്ഷണിക്കുന്നു, അവരുമായി ഒരു സൗഹൃദത്തിലേക്ക് കടക്കുന്നു. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ക്രിസ്ത്യൻ മൈനോറിറ്റിക്കിടയിൽ തനിക്ക് വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മാരാമൺ കൺവെൻഷനിലേക്ക് തനിക്ക് ക്ഷണമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചത്. പക്ഷേ അത് പരാജയപ്പെട്ടു. അതിൻ്റെ പ്രകോപനമാണ് നിയമസഭയിൽ ഉൾപ്പെടെ വി ഡി സതീശൻ്റെ ബോഡി ലാംഗ്വേജിൽ ഒക്കെ വ്യക്തമാവുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഇങ്ങനെയൊരു വി ഡി സതീശൻ തന്നിഷ്ടപ്രകാരം ഇങ്ങനെയൊരു സർവേ നടത്തിയതിനെതിരെ ഹൈക്കമാൻഡിന് തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കെ സി വേണുഗോപാലായിരുന്നു വി ഡി സതീശൻ്റെ എക്കാലത്തെയും തുടിപ്പിച്ചിട്ട് കെ സി വേണുഗോപാലിനെ മുൻനിർത്തിയാണ് കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം വി ഡി സതീശൻ നടത്തിയിരുന്നത്. പക്ഷേ കെ സി വേണുഗോപാലും വലിയ തരത്തിലുള്ള അതൃപ്തി ഈ സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ വി ഡി സതീശന് ഒരുപക്ഷെ ഈ നിലവിൽ കോൺഗ്രസിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മേൽക്കൈക്ക് അത് അവസാനമാകുന്നു എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാം. കാരണം കെ സി വേണുഗോപാലിൻ്റെ ഒരു സൗഹൃദം നഷ്ടപ്പെട്ടാൽ, കെ സി വേണുഗോപാലിൻ്റെ അടുപ്പം നഷ്ടപ്പെട്ടാൽ അത് വി ഡി സതീശന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഈ സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ കോൺഗ്രസിലെ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ കെ സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ടതില്ല, സുധാകരൻ മോശം നേതാവല്ല എന്ന് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അത് വി ഡി സതീശനെ വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസിലെ പ്രമുഖരാര് എന്ന മത്സരം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി, നേതാക്കൾക്കിടയിലെ വലിയ തരത്തിലുള്ള അസ്വാരസ്യം ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നേരിട്ട് കണ്ട് ഒരുമിച്ചിരുന്ന ഒരു വാർത്താ സമ്മേളനം നടത്താൻ, രാഷ്ട്രീയകാര്യ സമിതിയിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക്, പത്രക്കുറിപ്പിറക്കേണ്ട സാഹചര്യത്തിലേക്ക് ഒക്കെ കോൺഗ്രസിലെ കാര്യങ്ങൾ മാറുകയാണ്. ആതിര. ശരിയാണ് വിജിൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഒന്നിച്ചിരുന്നൊരു വാർത്താ സമ്മേളനം നടത്താൻ പോലും പറ്റാത്ത തരത്തിലേക്ക് കോൺഗ്രസ് മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. വിജിൻ, അങ്ങനെ ഒരു ഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു രഹസ്യ സർവേ വീണ്ടും നടത്തുമ്പോൾ, സതീശൻ നടത്തുമ്പോൾ, അത് കോൺഗ്രസിന്റെ പാർട്ടിക്കകത്ത് തന്നെ വലിയ തരത്തിലുള്ളൊരു അമർഷത്തിന് തന്നെ വഴിയൊരുക്കുകയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് തന്നെയാണ് ഈ വാർത്താ സമ്മേളനം നടത്താൻ സാധിക്കാതിരിക്കുക. അത് മാത്രമല്ല, ഈ സതീശൻ സുധാകരൻ പോര്, അതൊരു ഒന്നിച്ചൊരു വാർത്താ സമ്മേളനം നടത്താൻ സാധിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ഒരു നിലപാട് പോലും പരസ്യമായി വ്യക്തമാക്കാൻ സാധിക്കാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതാണ് മനസ്സിലാക്കാൻ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടായ കാര്യങ്ങൾ എന്നുള്ളതാണ്. പരസ്പരം നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും താറടിച്ച് വലിയ തരത്തിലുള്ള വാഗ്വാദത്തിലേക്കൊക്കെ കടക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇങ്ങനെയൊരു സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട AP അനിൽകുമാർ ഇക്കാര്യം നടത്താൻ താങ്കൾ ആരാണ് എന്നാണ് വി ഡി സതീശനോട് ചോദിച്ചത്. നിലവിൽ ഈ കോൺഗ്രസിലെ ഒരു ആരാണ് മത്സര സാധ്യത ഉള്ള, വിജയസാധ്യതയുള്ള ആളുകൾ എന്നൊക്കെ കണ്ടെത്താൻ ആയി കനകോലുയെ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും ഇങ്ങനെയൊരു സർവേ നടത്തുന്നതിന് മുമ്പ് എന്തിനാണ് വി ഡി സതീശൻ നേരിട്ട് ഇങ്ങനെയൊരു സർവേ നടത്തിയത് എന്ന ചോദ്യമാണ് മുതിർന്ന നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെയൊരു സർവേ നടത്തിയത് എന്നുള്ള ചോദ്യമാണ് ഉയരുകയും ചെയ്യുന്നത്. ഇതാണ് വി ഡി സതീശനെതിരായ വലിയ തരത്തിലുള്ള അമർഷമായി മാറുകയും ചെയ്തിട്ടുള്ളത്. അതിലുള്ള പ്രതിഷേധമാണ് നേതാക്കൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയം മുമ്പ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയത് ഇങ്ങനെയൊരു സർവേ ഉണ്ടോ എന്ന് തനിക്കറിയില്ല, അങ്ങനെ ഒരു സർവേ നടത്താൻ കോൺഗ്രസ് എന്തായാലും തീരുമാനിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു സർവേ നടത്തണമെങ്കിൽ അത് AICC ആയിരിക്കണം അങ്ങനെ ഒരു ഏജൻസിയെ നിയോഗിക്കേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് ഒക്കെ അടുക്കുന്ന ഘട്ടങ്ങളിൽ ഒക്കെ AICC ആണ് നേരിട്ട് സംസ്ഥാനങ്ങളിലെ സർവേ നടത്തുന്ന പതിവ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് KPCCയോ AICCയോ തീരുമാനിക്കാതെ ഒരു സർവേ നടത്തിയതിനെ പറ്റി തനിക്കറിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനർത്ഥം ഇവർക്കൊക്കെ അമർഷമുണ്ട്. രമേശ് ചെന്നിത്തല അത് പൂർണ്ണമായും പരസ്യമായി പ്രകടിപ്പിക്കുന്നുള്ളൂ ഇല്ലെങ്കിലും പറയാനുള്ളത് തീർച്ചയായും താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയാണ്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ KPCC പ്രസിഡന്റ് കസേര ഒഴിഞ്ഞുകിടക്കുകയല്ല, കെ സുധാകരൻ പ്രസിഡന്റായി ഉണ്ട് താനും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ
ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത്. കെ സുധാകരനെ മാറ്റണം, കെ സുധാകരനിൽ തനിക്ക് വിശ്വാസമില്ല, കെ സുധാകരന് കഴിവില്ല എന്ന് പരസ്യമായി പറയുന്നതിന് സമമാണ് നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത്. അത് തള്ളിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നത്. നിലവിൽ അങ്ങനെയൊരു നേതൃമാറ്റത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നതാണ് ആവശ്യം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതിനർത്ഥം സുധാകരൻ മാറണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വി ഡി സതീശൻ്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി അറിയാതെ സർവേ നടത്തിയത് അച്ചടക്ക ലംഘനമാണെന്ന് നേതാക്കളടക്കം ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു കൂടിയാലോചനകളില്ല എന്നൊരു കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. പുനഃസംഘടന അടക്കം നമ്മൾ കണ്ടതാണ്. പല നേതാക്കളും അത് വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലൊരു കാര്യത്തിൽ തെളിവ് കൂടിയാണ് ഈ ഒരു സർവേ എന്ന് വേണം മനസ്സിലാക്കാൻ. യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെ സ്വയം ഇത്തരത്തിലൊരു സർവേ നടത്തുക. അത് തീർച്ചയായും ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു സർവേ ആരും അറിയാതെ നടത്തുകയും 63 സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്താൽ ആ റിപ്പോർട്ട് ആരാണ് നടപ്പിലാക്കേണ്ടത് എന്ന ചോദ്യമാണ് KPCC യോഗത്തിൽ, ഈ നിർവാഹക സമിതി യോഗത്തിൽ ഒക്കെ ഇവർ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയൊരു സർവേ ഉണ്ടെങ്കിൽ വി ഡി സതീശൻ ഒറ്റയ്ക്ക്, വി ഡി സതീശന് താല്പര്യമുള്ള ആളുകളെ അവിടെ കേന്ദ്രീകരിപ്പിക്കുമോ, ആര് മത്സരിക്കണം അവിടെ എന്ന കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയകാര്യ സമിതിയും KPCC യോഗവുമാണ്, KPCCയും ആണ്. അതിന് KPCCയുടെ പ്രസിഡന്റുണ്ട്. പക്ഷേ അവരോടൊന്നും കൂടിയാലോചന നടത്താതെ ഇങ്ങനെ തന്നിഷ്ടപ്രകാരം ഒരു സർവേ നടത്തുന്നു. തനിക്ക് പൂർണ്ണമായും കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യണം, അടുത്ത തവണ ഒരുപക്ഷെ അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് ഇപ്പോഴേ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് വി ഡി സതീശൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. പക്ഷേ അതിനെ ഈ സാമുദായിക സംഘടനകളോ കോൺഗ്രസിലെ നേതാക്കളോ കോൺഗ്രസിലെ താഴേക്കടയുള്ള പ്രവർത്തകരോ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ടത്. അതിനെതിരെയുള്ള ശബ്ദം ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ഇഷ്ടപ്പെടാത്ത നേതാക്കൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒരു അഹങ്കാരത്തിൻ്റെതാണെന്ന് പരസ്യവും രഹസ്യവുമായി പറയുന്ന നേതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ്റെ പ്രവർത്തനങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന നിലപാടിലെത്തിയ നേതാക്കളുണ്ട്. അതുകൊണ്ട് കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം അത് ഇപ്പോൾ പ്രസക്തമല്ല എന്ന നിലപാട് നേതാക്കൾ സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിന് പോലും നിലവിൽ നൽകാൻ കഴിയാത്ത സാഹചര്യവും ഒക്കെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഹൈസിന്ത് ഹോട്ടൽ, തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ ദീപാദാസ് മുൻഷി തന്നെ, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC നേതാവ്, ഓരോ നേതാക്കളെയും പ്രത്യേകം വിളിച്ചാണ് അഭിപ്രായം ആരാഞ്ഞത്. അതിനുശേഷം ആണ് ഓരോ തീരുമാനത്തിലേക്ക് എത്താമെന്ന നിലപാടിലേക്ക് പോകുന്നത്. കാരണം ഒരു ഐക്യം ഉണ്ടാക്കാൻ ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇത് വാർത്താസമ്മേളനം പോലും നടത്താൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സംയുക്ത വാർത്താസമ്മേളനം ഉണ്ടാകും എന്ന് പറഞ്ഞത് ഐക്യമുണ്ട് എന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ സംയുക്ത വാർത്താ സമ്മേളനമോ ഒറ്റയ്ക്കുള്ള വാർത്താ സമ്മേളനമോ ഒന്നും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗ്രൂപ്പുകളൊക്കെയുണ്ട്. കരുണാകരൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ആൻ്റണിയുടെ കാലത്ത് ഒക്കെ ഗ്രൂപ്പുകളും ഗ്രൂപ്പ് നേതാക്കളുടെ പ്രവർത്തനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പടലപ്പിണക്കവും ഒക്കെ നിലനിന്നിരുന്നെങ്കിലും പക്ഷേ ഇത്തരത്തിൽ ഏകപക്ഷീയമായി ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടില്ല വി ഡി സതീശനെ പോലെ എന്നാണ് നിലവിൽ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും പറയുന്നത്. അഹങ്കാരത്തോടെ കോൺഗ്രസിനെ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാൻ തന്നിഷ്ടപ്രകാരം മാത്രം കാര്യങ്ങൾ നീക്കുന്നു സതീശൻ എന്നുള്ള ഒരു നിലപാടാണ് നിലവിൽ, അമർഷമാണ് നിലവിൽ നേതാക്കൾ ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് മുതിർന്ന നേതാവ് AICC പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ് കൂടിയായിട്ടുള്ള ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അതിൽ വീണ്ടും പരസ്യമായ അഭിപ്രായത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ നിലവിൽ വി ഡി സതീശൻ ഇതുവരെ തയ്യാറാകുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും പ്രകടനങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. ആതിര.